ലേവ്യർ അധ്യായം 24. ദേവാലയ ദീപം. കർത്താവ് മോശെയോട് അരുളിച്ചെയ്തു, വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒലിവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ജനത്തോട് പറയുക. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം കർത്താവിൻ്റെ സന്നിധിയിൽ അഹറോൻ അത് സജ്ജമാക്കി വയ്ക്കണം. നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമാണിത്. കർത്താവിൻ്റെ സന്നിധിയിൽ ദീപപീഠത്തിന്മേൽ അവൻ ദീപങ്ങൾ നിരന്തരം ഒരുക്കി വയ്ക്കണം. തിരുസാന്നിധ്യ അപ്പം. നീ നേരിയ മാവുകൊണ്ട് 12 അപ്പമുണ്ടാക്കണം. ഓരോ അപ്പത്തിനും 10-2 ഏഫാ മാവ് ഉപയോഗിക്കണം. അവ 6 വീതം 2 നിരകളായി പൊന്മേശയിൽ വയ്ക്കണം. ശുദ്ധമായ കുന്തുരുക്കം ഓരോ നിലയിലും വയ്ക്കണം. കർത്താവിന് അപ്പത്തോടൊപ്പം സ്മരണാംശമായി അഗ്നിയിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിത്യമായ ഒരു ഉടമ്പടിയായി സാബത്ത് തോറും മുടക്കം കൂടാതെ അഹറോൻ അത് കർത്താവിൻ്റെ മുൻപിൽ ക്രമപ്പെടുത്തി വെക്കണം. അത് അഹറോനും അവൻ്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കും. അവർ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന് അർപ്പിതമായ ദഹനബലിയുടെ അതിവിശുദ്ധമായ അംശവും അവൻ്റെ ശാശ്വതാവകാശവുമാണ്. ദൈവദൂഷണത്തിന് ശിക്ഷ. ഇസ്രായേൽക്കാരിയിൽ ഈജിപ്തുകാരന് ജനിച്ച ഒരുവൻ ഇസ്രായേൽ ജനത്തിനിടയിൽ വന്ന പാളയത്തിൽ വെച്ച് ഒരു ഇസ്രായേൽക്കാരനുമായി വഴക്കിട്ടു. ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തു. അവർ അവനെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ അമ്മയുടെ പേര് ശെലോമിത്ത് എന്നായിരുന്നു. അവൾ ദാൻ ഗോത്രത്തിലെ ദിബ്രിയുടെ മകളായിരുന്നു. അവർ അവനെ കർത്താവിൻ്റെ ഹിതമറിയുന്നതുവരെ തടവിൽ വെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചു, ശാപവാക്ക് പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകുക. അവൻ പറഞ്ഞത് കേട്ടവരെല്ലാം അവൻ്റെ തലയിൽ കൈവച്ചതിന് ശേഷം ജനം അവനെ കല്ലെറിയട്ടെ. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുക, ദൈവത്തെ ശപിക്കുന്നവൻ തൻ്റെ പാപം വഹിക്കണം. കർത്താവിൻ്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം. സമൂഹം മുഴുവനും അവനെ കല്ലെറിയണം. സ്വദേശിയോ വിദേശിയോ ആകട്ടെ, കർത്താവിൻ്റെ നാമം ദുഷിക്കുന്ന ഏവനും വധിക്കപ്പെടണം. പ്രതികാരത്തിൻ്റെ നിയമം. മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. ജീവന് പകരം ജീവൻ. അയൽക്കാരനെ അംഗഭംഗപ്പെടുത്തുന്നവനോട് അത് തന്നെ ചെയ്യണം. ഒടിവിന് ഒടിവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം. മറ്റൊരുവനെ അംഗഭംഗപ്പെടുത്തിയതുപോലെ അവനെയും അംഗഭംഗപ്പെടുത്തണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം. സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം തന്നെ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു.